ഹലോ ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിന്ന് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആപ്പിൽ കാണുന്നില്ല ലിങ്ക്? സർ. اوكي، اليوم نحن ندرس درسا جديدا، الوحدة الثانية، رمضان شهر الصوم. In the previous chapter we already learned lesson Ramadan Mubarak. Okay, I think so. Ramadan ഷഹർ الصوم. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഏതെങ്കിലും വേർഡ്സിന്റെ സ്ട്രക്ചറോ മറ്റെന്തെങ്കിലും? ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കണം, കാരണം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഓരോ ലെസൺസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതില് സെക്കൻഡ് ചാപ്റ്ററിൽ റമളാൻ ഷഹർ സോം, ഇതിൽ നമുക്ക് കാണുന്നത് ഇതിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അത്തഅറുഫ് അലാ ബഅദി തഅബീർ വൽ മുഫ്രദാത്ത് അൽ മുതഅല്ലിക ബിഇഹ്തിഫാൽ റമളാൻ വഈദ് അൽ ഫിത്ർ. അത്തഅറുഫ് അലാ ബഅദി തഅബീർ, കുറച്ച് ഫ്രൈസസ് ആണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ വൽ മുഫ്രദാത്ത് അൽ മുതഅല്ലിക ബിഇഹ്തിഫാൽ റമളാൻ വഈദ് അൽ ഫിത്ർ, പെരുന്നാളും അതുപോലെ റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വെക്കാബുലറീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ. അപ്പൊ ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് വെക്കാബുലറീസും ഫ്രൈസസും ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് അതാണ്. പിന്നെ തഹാവർ ഫിൽ അറബിയ ഫിൽ മുനാസിബാത്ത് സഖാഫിയ ദീനിയ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ അതേ ഔട്ട്കംസ് തന്നെയാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഇതിന്റെ ഒരു ആമുഖം നോക്ക്. മുഖദ്ദിമ. ദാരിസി അൽ അസീസ്, ദാരിസി അൽ അസീസ്, ദാരിസി അൽ അസീസ് എന്ന് പറഞ്ഞാല് ഡിയർ സ്റ്റുഡന്റ്, മാദാ തഅരിഫ് അൻ ഷഹ്ർ റമളാൻ, മാദാ തഅരിഫു അൻ ഷഹ്ർ റമളാൻ, നിങ്ങൾക്ക് എന്താണ് റമളാനെ കുറിച്ച് അറിയാം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറെ വേർഡ്സുകൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മീനിങ് പറയാൻ പറ്റും. ലിമാദാ യന്തളിറു الناس صغارهم وكبارهم لقدوم شهر رمضان. لماذا ينتظر الناس صغارهم وكبارهم؟ ما معنى لماذا انتظر؟ Do you know? ما معنى انتظر? വെയിറ്റ് ചെയ്യാണ്. Yes, wait ചെയ്യാം. അപ്പൊ ലിമാദാ യന്തളിറു الناس, എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ എന്തിനാണ് ജനങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. ആരാണ് ജനങ്ങൾ? സിഗാറുഹും കിബാറുഹും, ചെറിയവരും മുതിർന്നവരും. അതല്ലേ, ചെറിയവരും വലിയവരൊക്കെ. ലിഖുദൂമി ഷഹ്ർ റമളാൻ, എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ലിഖുദൂമി ഷഹ്ർ റമളാൻ, റമളാന്റെ ആഗമനത്തിന് വെയിറ്റ് ചെയ്യുന്നു. യെസ്. വകൈഫ യസ്തഇദ്ദൂന ലഹു, വകൈഫ യസ്തഇദ്ദൂന, ഇസ്തഅദ്ദ മാന പ്രിപ്പയർ ചെയ്യുക, തയ്യാറാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോ അഅദ്ദ തുഇദ്ദു അൽ ഉമ്മഹാത്ത് തുഇദ്ദു അത്അം, ഓർക്കുന്നുണ്ടോ? അതിന്റെ വേറൊരു വേർഡാണ് ഇസ്തഅദ്ദ. സെയിം റൂട്ടിൽ നിന്നാണ് രണ്ട് വേർഡും വരുന്നത്. അഅദ്ദ എന്നതും ഇസ്തഅദ്ദ എന്നതൊക്കെ ഒരേ റൂട്ട് വേർഡാണ്. ഇസ്തഅദ്ദ അതിന്റെ ഇസ്തഫഅല വസ്നാണ്, വസ്ന നമുക്ക് പിന്നെ സർഫ് പറയാം. ഇസ്തഅദ്ദൂന വകൈഫ യസ്തഅദ്ദൂന, അതിനു വേണ്ടിയിട്ട് അവർ എങ്ങനെയാണ്, ഹൗ ദേ ആർ preparing for the arrival of Ramadan. ما هي الأطعمة التي يتناولها الناس؟ ما هي الأطعمة؟ لما أطعمة طعام جمعه أطعمة. Yes.
മയ്യൽ അത്ഇമ അല്ലതി യതനാവലുഹ അന്നാസ്, ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാണ്? ഫി ഖറിയതികും, ഫി ഖറിയതികും, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ. നിങ്ങളുടെ ഗ്രാമത്തില്. ആദത്തൻ, ആദത്തൻ ഇന്നലെ വന്നു, കഴിഞ്ഞ പതിവ്. ക്ലാസ്സിൽ വന്നു. പതിവ്. യൂഷ്വലി, പതിവായിട്ട്. ആസ് യൂഷ്വൽ, സാധാരണയായിട്ട് നിങ്ങളുടെ ഗ്രാമത്തില് ജനങ്ങള് കഴിക്കുന്ന ഭക്ഷണം എന്താണ്? എന്തിന്? ലിലിഫ്താരി വസ്സുഹൂർ, ലിലിഫ്താരി വസ്സുഹൂർ, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനും അത്താഴത്തിനും കഴിക്കുന്ന പതിവ് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ലിസ്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് കഴിക്കുന്നത്. ഹാവിൽ ഇസ്തിആദത്ത് ദിക്റയാത്തിക്. ഹാവിൽ, ഹാവിൽ എന്ന് പറഞ്ഞാല് ഹാവിൽ അമ്രാണ്. ശ്രമിക്കുക. ഹാവിൽ, ഹാവിൽ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യാം. ശ്രമിക്കൂ. Try yourself. ഇസ്തിആദത്ത് ദിക്റയാത്തിക്, നിങ്ങളുടെ ഓർമ്മകളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുക. ഇസ്തആദ, ഇവിടെ നേരത്തെ രണ്ട് വേർഡ് ഒരേപോലെ തോന്നും, ഇസ്തഅദ്ദ, ഇസ്തആദ, പക്ഷെ രണ്ട് ഡിഫറെന്റ് റൂട്ടാണ്. ഇത് ഇസ്തആദ, ആദയെന്നാണ് ഇസ്തആദ വരുന്നത്. മറ്റേതോ അദ്ദ, അദ്ദ എന്നുള്ളതിനാണ് ഇസ്തഅദ്ദ വരുന്നത്. രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഹാവിൽ ഇസ്തിആദത്ത് ദിക്റയാത്തിക്, നിങ്ങളുടെ ഓർമ്മകളെ എന്ത് ചെയ്യാം? വീണ്ടെടുക്കുക. ഓ മഷായിറക്, മഷായിർ മാന മഷായിർ, മഷായിർ എന്ന് പറഞ്ഞാല് അറിയോ? മഷായിർ, ഷുഊർ, ഷുഊർ അറിയോ? അന ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു. അന അഷ്ഉറു ബി, അഷ്ഉറു, അത് പ്രശസ്ത എന്നുള്ളത് ഷഹറ, ഷുഹൂർ, ഹാ ആണ്, ഇത് ഐനാണ്. മഷായിർ, മഷായിർ എന്ന് പറഞ്ഞ ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സ്. മാരിഫ്, നിങ്ങളുടെ അറിവുകള്, ഓർമ്മകൾ എന്നൊക്കെ പറയാം. അൻഷഹർ റമദാൻ അൽ മുബാറക്, റമദാനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളൊക്കെ അതൊക്കെ ഒന്ന് വീണ്ടെടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക. ഒന്ന് അറബിയിൽ ഒന്ന് എഴുതി നോക്കുന്നുണ്ട് റമദാനെ കുറിച്ച് നിങ്ങളുടെ ഫ്രീ ടൈമിൽ. ഇപ്പോൾ റൈറ്റിംഗ് സ്റ്റൈലും റൈറ്റിംഗ് സ്കില്ലും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ. فماذا تعرف عن موقعة بدر والليلة التي نزل فيها القرآن? നിങ്ങൾക്ക് എന്താ അറിയാം ബദറിനെ കുറിച്ച്? എന്താ അറിയാം? മൗഖിഅത്ത് ബദർ എന്ന് പറഞ്ഞാൽ ദ ഇൻസിഡന്റ്, ബദർ ഇൻസിഡന്റ്, അതായത് ബദർ യുദ്ധം, ബദറിനെ കുറിച്ച്. വല്ലൈല, ആ രാത്രിയെ കുറിച്ചും. വല്ലൈല, മാദാ തഅരിഫു അനിൽ ലൈല എന്നാണ് ചോദ്യം. മാദാ തഅരിഫു അനിൽ ലൈലതി, ഏത് രാത്രി? അല്ലതി നസല ഫീഹൽ ഖുർആൻ, ഏതാണ് രാത്രി? ഖുർആൻ Which night? ഖുർആൻ ഇറങ്ങിയ രാത്രി. Yes. وماذا يفعل أفراد الأسرة ساعة الإفطار? ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഫാമിലി മെമ്പേഴ്സ് എന്താണ് ചെയ്യാറുള്ളത്? ومتى يشترون ملابس العيد? അവരെപ്പോഴാണ് ഈദിന്റെ ഡ്രസ്സ്, വസ്ത്രങ്ങളൊക്കെ വാങ്ങുക? മതാ യഷ്തറൂന മലാബിസൽ ഈദ്. ഈദ്, മലാബിസിന്റെ മുഫ്രദ് എന്താ? മലാബിസ് മുഫ്രദ് വസ്ത്രം പെരുന്നാക്ക് വാങ്ങുന്നത്. മൽബസ് എന്നാണ് അതിന്റെ മുഫ്രദ് കേട്ടോ, മൽബസ്. അപ്പൊ നിങ്ങൾക്ക് ഈ മുഫ്രദൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങള് ലബസ എന്ന് പറഞ്ഞാൽ ധരിക്കുക, മൽബസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്. വസ്ത്രം. മൽബസ്, 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 അതിന്റെ ജമ്മാണ് മലാബിസ്. മൽബസ്, മലാബിസ്. ഇതുപോലെ മസ്ജിദ്, മസാജിദ് പറയുന്ന പോലെ. മഅഹദ്, മആഹിദ്, മക്തബ്, മകാതിബ് ഒക്കെ ഒരേ വസനിലാണ് ഒരേ നമ്പറും അതിന്റെ ജമ്മൊക്കെ. ഓക്കെ. ഹാവിൽ അൻ തതഹദ്ദസ് ഫതുഅബ്ബിർ അമ്മാ ഫി നഫ്സിക, അതേപോലെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഹാവിൽ അൻ തുഹദ്ദിസ്, അറബിയിൽ പറയണം കേട്ടോ. ഫതുഅബ്ബിർ അമ്മാ ഫി നഫ്സിക, നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാം. മിൻ അഫ്കാരിൻ, ചിന്തകള്, വ മഅലൂമാത്തിൻ, മാലൂമാത്ത്, അറിവുകൾ. ഹൗല ഷഹർ റമളാൻ വ മുആയിഷത്തിൻ നാസ് മാഹു, റമളാനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ ഓർമ്മകൾ, ചിന്തകളൊക്കെ പറയുക. വ മുആയിഷത്തിൻ നാസ് മാഹു, മുആയിഷ എന്ന് പറഞ്ഞാൽ കൂടെ ജീവിക്കുക എന്നാണ്. കോ എക്സിസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ആയിഷ, ആയിഷ എന്ന് പറഞ്ഞാൽ, ആഷ എന്ന് പറയുന്ന അന അഈഷു ഫിൽ ഹിൻസ്, അന അഈഷു ഫി ഖറിയതി, ഞാൻ ജീവിക്കുന്നത്. ജീവിക്കുക എന്ന് പറയാം. ആയിഷ എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ കൂടെ ജീവിക്കാം. അപ്പൊ മുആയിഷത്തുൻ നാസ് മഅഹു എന്ന് പറഞ്ഞാല് അന ഉആയിഷു മഅ റമളാൻ, കൈഫ തുആയിഷൂന മഅ റമളാൻ, നിങ്ങൾ എങ്ങനെയാണ് റമളാന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എന്നോ ജീവിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. കൈഫ തുആയിഷൂൻ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. അൽ ഖിറാഅ. ഇവിടെ ഖിറാഅത്തിൽ എന്താണുള്ളത്? ഒരു നെസ് ആണുള്ളത്, ടെക്സ്റ്റ്. റമളാനെ കുറിച്ച് വീണ്ടും ഒരു ചെറിയ സിമ്പിൾ ടെക്സ്റ്റ്. ഇത് വളരെ സിമ്പിൾ ആണ്. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞതിനേക്കാൾ സിമ്പിൾ ആണ്.
رمضان شهر الصوم. ينتظر الناس رمضان من عام إلى عام لأنه شهر الصوم وشهر العبادة وشهر التراحم فيه ليلة القدر التي هي خير من 1000 شهر والتي نزل فيها القرآن على نبينا محمد صلى الله عليه وسلم وفيه موقعة بدر وهي أول نصر من الله لأهل الحق على أهل الباطل وهكذا أخذ الناس يستعدون للقائه. നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഒക്കെ എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തരുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഇതിന് പ്രാക്ടീസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ വായിച്ചിട്ട് ഇനി ഇതിന്റെ താഴെ കൂടത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്തണം. അപ്പൊ അതിന് നിങ്ങൾ എന്താ വേണ്ട വെച്ചാൽ നമ്മളിവിടെ വായിക്കുന്ന സമയത്ത് നിങ്ങളത് കേട്ട് ഇങ്ങനെ വെറുതെ കേട്ടിരുന്ന പോരാ. നിങ്ങൾ അതിന്റെ ഓരോ വേർഡും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിന്റെ മീനിങ് എങ്ങനെയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് പറ്റാവുന്ന വേർഡ്സിന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡൊക്കെ അതിന്റെ മീനിങ് നിങ്ങൾ ഒരു നോട്ട് ബുക്ക് കൂടെ കരുതണം. എന്നിട്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വേർഡൊക്കെ നോട്ട് ചെയ്യാം അതിന്റെ മീനിങ്. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ അറിയാത്ത വേർഡ് ഉണ്ടെങ്കിൽ ആ എഴുതിയ നോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോ ആദ്യത്തെ വായനയിൽ നിങ്ങൾക്ക് കുറെ വേർഡുകൾ അറിയാത്തതുണ്ടാവും. വീണ്ടും ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ അറിയാത്ത വേർഡുകളുടെ എണ്ണം കുറയും. മൂന്നാമതൊന്നുകൂടി വായിക്കുമ്പോൾ വളരെ കുറഞ്ഞ വേർഡുകൾ അറിയാത്തതായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കുറെ വേർഡ്സുകൾ നമ്മുടേതായിട്ട് മാറും. അപ്പോൾ ഇനി ബാക്കിയുള്ള ചാപ്റ്ററുകളിലേക്കൊക്കെ പോകുമ്പോഴേക്ക് എന്താവും, അത് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തും. അങ്ങനെയാണ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എക്സാം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണ്ട. നമുക്ക് ഇതിന്ന് പഠിക്കാനുള്ളത് ശരിക്കും ഈ ഒരു സബ്ജക്ട് ഫങ്ഷണൽ അറബിക് എന്നാണ്. ഫങ്ഷണൽ അറബിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറബിക് ലാംഗ്വേജിന്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഒരു റൈറ്റിംഗ് സ്കില്ലും റീഡിംഗ് സ്കില്ലും വർദ്ധിക്കണം. റൈറ്റിംഗ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ആശയങ്ങളെ റീറൈറ്റ് ചെയ്യാനും സ്വന്തമായിട്ട് എഴുതി പിടിപ്പിക്കാനൊക്കെ പറ്റണം. റീഡിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ വായിക്കാം എന്നുള്ളതല്ല, അത് വായിച്ചിട്ട് അതിന്റെ ആശയം മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് റീഡിംഗ് സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോ അതിലെ വേർഡ്സുകൾ മനസ്സിലാക്കണം, അതിന്റെ ഘടന എന്താണെന്ന് മനസ്സിലാക്കണം, കുറച്ചൊക്കെ ഗ്രാമർ ഇതിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ അതിന്റെ പരമാവധി സ്ട്രക്ചർ എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വരുന്നത്, മീനിങ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ചാപ്റ്റർ ആകെ ഒരു പാരഗ്രാഫൊക്കെ ഉള്ളൂ, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമോ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്കാണ് എത്തേണ്ടത്. ഓക്കെ, ഇപ്പൊ സാധാരണ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ പ്ലസ് ടുവിലോ മറ്റൊക്കെ പതിവാക്കിയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നിന്ന് മാറുന്നത് ഒരു ഡിഗ്രി ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അത് നോട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് തരുന്നു, നിങ്ങളത് കാണാതെ പഠിക്കുന്നു. നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 3 അല്ല 6 വർഷം ഡിഗ്രി പഠിച്ചാലും നിങ്ങളെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇതിൽ നിന്ന് കിട്ടേണ്ട പോയിന്റ് എന്ന് പറയുന്നത് റീഡിംഗ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, ഈ 2 ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു നെയ്യത്ത് വെച്ചിട്ട് അതിന് വേണ്ട എഫേർട്ടുകൾ നമ്മൾ ചെയ്യണം. അപ്പോ ബൈ ഹാർട്ട് പഠിച്ചിട്ടോ ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ നോക്കി പഠിച്ചിട്ടോ ചെയ്യരുത്. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് ആമുഖമായിട്ട് എല്ലാ ക്ലാസ്സിന്റെയും ഇപ്പൊ നിങ്ങൾക്ക് ഈ സെക്കൻഡ് സെമസ്റ്ററിലുള്ള എല്ലാ ടെക്സ്റ്റിന്റെയും സ്റ്റൈൽ ഏകദേശം ഇതേപോലെയാണ്. ഫുള്ള് ഒരു അപ്ലൈഡ് മെത്തേഡാണ്. അതായത് ലാംഗ്വേജ് ജസ്റ്റ് ഇങ്ങനെ കാണാതെ പഠിച്ചു പോകുന്ന രൂപത്തിൽ നിന്ന് മാറിയിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു പ്രാക്ടിക്കൽ ലെവലിൽ കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറും മെത്തഡോളജിയും ഒക്കെയാണ് ഈ ടെക്സ്റ്റുകളിലൊക്കെ ഫോളോ ചെയ്തത്. 3 ടെക്സ്റ്റും ഏകദേശം അങ്ങനെ തന്നെ. 3 ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഫ്ലൽ ഉലമയുടെ ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചർ ഒഴിച്ച് അത് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആണല്ലോ. ഹിസ്റ്ററിയുടെ സ്റ്റൈൽ വേറെ ആയിരിക്കും നിങ്ങൾക്കറിയാം. ഗ്രാമർ ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്റ്റൈൽ ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് റമളാൻ ഷഹ്റു സൗം, റമളാന് നോമ്പിന്റെ മാസമാണ്. എന്തെല്ലാം റന്നാസ് റമളാന മിൻ ആമിൻ ഇലാ ആം. ഓക്കെ, അപ്പൊ മീനിങ് നിങ്ങൾ തന്നെ പറയും. എന്തെല്ലാം റന്നാസു റമളാന മിൻ ആമിൻ ഇലാ ആം. ജനങ്ങൾ ഓരോ പ്രതീക്ഷിക്കുന്നു വർഷത്തിലും റമളാനെ കാത്തിരിക്കുന്നു. ഇവിടെ നോക്ക്,
മിൻ ആമിൻ ഇല ആം. ഓരോ വർഷാനന്തരം ഒരു ഓരോ വർഷത്തിൽ ഒരു വർഷത്തിൽ നിന്ന് മറ്റൊരു ഓരോ വർഷത്തിൽ വർഷത്തിലേക്ക് നിന്ന് എന്ന് മറ്റൊരു പറഞ്ഞാല് അതൊരു പ്രയോഗമാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എവ്രി ഇയർ എന്ന് പറഞ്ഞാൽ മതി, എല്ലാ വർഷവും. അപ്പൊ എല്ലാ വർഷം എന്ന് പറയാൻ എങ്ങനെ പറയാം? കുല്ലു ആമീൻ പറഞ്ഞു. കുല്ലു ആം എന്നും പറയാം. അതേപോലെ തന്നെ മിൻ ആമിൻ ഇല ആം, ഒരു വർഷം. മിൻ ആമിൻ ഇല ആം. ഓക്കെ. ലിഅന്നഹു ഷഹ്റു സൗം. എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിനെ കാത്തിരിക്കുന്നത്? ലിഅന്നഹു ഷഹ്റു സൗം. ലിഅന്നഹു എന്ന് പറഞ്ഞാൽ ഒരു കാരണം വിശദീകരിക്കായിരിക്കും. ലിഅന്നഹു, ബിക്കോസ്. ലിഅന്നഹു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ഈസ് ഷഹ്റു സൗം. എന്താണ്? എന്തിന്റെ? ഫാസ്റ്റിംഗ് മന്ത് ആണ്. വശഹ്റുൽ ഇബാദ, ആരാധന. വശഹ്റു തറാഹും. തറാഹും എന്ന് പറഞ്ഞാൽ റഹ്മത്ത് കേട്ടില്ലേ? റഹ്മത്ത്, കാരുണ്യം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. പക്ഷെ ഇവിടെ തറാഹുമാണ്. തറാഹും എന്ന് പറഞ്ഞാൽ പരസ്പരം റഹ്മത്ത് ചെയ്യുന്ന, ഇങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കുന്ന ഒരു മാസം. ഫീഹി ലൈലത്തുൽ ഖദർ. ഫീഹി, അതിലുണ്ട് ആ മാസത്തിൽ. അല്ലതി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ അല്ലത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉണ്ടോ ഈ അല്ലത്തി എന്നുള്ള ശ്രദ്ധിക്കുക. ഒരു ഗ്രാമറിന്റെ ഒരു പാർട്ടിൽ വരുന്നതാണ്. നിങ്ങൾ അല്ലത്തി ഏത് കാറ്റഗറിയിലെ വരാ പഠിച്ചിട്ടുണ്ടോ? മൗസൂല. യെസ്. അപ്പൊ അവിടെ മൗസൂൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലത്തി കൊണ്ട് ഉദ്ദേശിക്കുന്ന ലൈലത്തുൽ ഖദറാണ്. അതായത് അല്ലത്തി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായത്. യെസ്. വല്ലത്തി നസല ഫീഹൽ ഖുർആൻ അലാ നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അതിൽ വല്ലത്തി, പിന്നെയും ഒരു വിശേഷണം പറയാൻ. നസല ഫീഹൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങി. ഇവിടെ നസലാണ് നമ്മള്. അപ്പൊ അതിന്റെ ഇടയിൽ കേട്ടൊരു ഇതുകൊണ്ടാണ് പറയണേ. ഈ പലപ്പോഴും നമ്മൾ മഅറൂഫായ ഫീലും മജ്ഹൂലായ ഫീലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗ്രാമറിൽ. മജ്ഹൂലും മബ്നിയുൽ മഅലൂം മബ്നി. അപ്പൊ മജ്ഹൂൽ ആണെങ്കിൽ മാത്രമേ പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അഷ്കപ്പെട്ടു. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, എത്രമാത്രം പറയും. മലയാളത്തില് സംസാരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ വരുന്ന ഒരു തെറ്റാണ്, അത് മിസ്റ്റേക്കാണ്. എല്ലാ സമയത്തും പെട്ടു എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അത് പാസീവ് വോയിസ് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക. ഓക്കെ, just a minute. ഓക്കെ, ഹയ്യ. അപ്പൊ വല്ലത്തി നസല ഫീഹ അൽ ഖുർആൻ അലാ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ ഖുർആൻ ഇറങ്ങിയ മാസം കൂടിയാണ്. വഫീഹി മൗഖിഅത്തു ബദർ. അതിലാണ് എന്തുള്ളത്? മൗഖിഅത്തു ബദർ, ബദർ സംഭവം. മൗഖിഅ എന്ന് പറയുമ്പോൾ സംഭവം എന്നുള്ള അർത്ഥത്തിലോ, അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം യുദ്ധമാണല്ലോ, അതുകൊണ്ട് യുദ്ധം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സംഭവം, മൗഖിഅത്തു ബദർ. വഹിയ അവ്വലു നസ്രിൻ മിനല്ലാഹ്. ആദ്യത്തെ നസ്റാണ്. നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്ന് പറയാം, വിജയം എന്ന് പറയാം. വിജയം എന്നുള്ള അർത്ഥത്തിൽ നസ്ർ ഉപയോഗിക്കും. നസ്ര എന്ന് പറയാൻ സഹായിച്ചു തന്നെയാണ്, പക്ഷെ ചില സമയങ്ങളിൽ അത് വിജയം എന്ന് പറയും. നസ്റും മിനല്ലാഹി വഫതഹുൻ ഖരീബ്. നസ്ർ മിനല്ലാഹ് ലിഅഹ്ലിൽ ഹഖ് അലാ അഹ്ലിൽ ബാതിൽ. ആർക്കാണ്? ലിഅഹ്ലിൽ ഹഖ്, സത്യത്തിന്റെ ആളുകൾക്ക്. അലാ അഹ്ലിൽ ബാതിൽ, ആർക്കാ? അലാ അഹ്ലിൽ ബാതിൽ, തെറ്റിന്റെ, തിന്മയുടെ അല്ലെങ്കിൽ തെറ്റിന്റെ, തെറ്റെന്നർത്ഥം. തിന്മയുടെ ആളുകളുടെ മേൽ സത്യത്തിന്റെ. അപ്പൊ ഇങ്ങനെ പറയാം, സത്യത്തിന്റെ ആളുകൾക്ക് അസത്യത്തിന്റെ മേൽ വിജയം ലഭിച്ച, അല്ലാഹു വിജയം നൽകിയിട്ടുള്ള ഒരു മാസം കൂടിയാണത്, അഹ്ലുൽ ബാത്തിൽ. വഹാഖദ് അഖദ അന്നാസ് യസ്തഇദൂന ലിലിഖാഇഹി. അതാ ഹാ എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു സ്റ്റൈലാണ്. എന്താണ് ഹാ? ശ്രദ്ധിക്കുക. അതൊരു തംബീഹിന്റെ വേർഡ് എന്ന് പറയും. ജസ്റ്റ് ഒരു അറ്റൻഷൻ അതിനു വേണ്ടി പറയുന്നതാണ്. ഹാ ഖദ് അഖദ അന്നാസ്.
ഹാ കത് അഖദ الناس يستعدون അഖദ يستعدون ഒരു ശ്രദ്ധിക്കുക അഖദ يستعدون ഇസ്തഅദ്ദ നിങ്ങൾക്കറിയാം എന്താണ് ഇസ്തഅദ്ദ തയ്യാറാക്കുന്നു. തയ്യാറാവുക അപ്പൊ അഖദ ഇസ്തഅദ്ദ എന്ന് പറഞ്ഞാല് അവർ തയ്യാറാവാൻ തുടങ്ങി അഖദ എന്നുള്ളത് ഒരു ഫെയില് മുലാരിയായ ഫെയിലിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി എന്നാണ് അർത്ഥം. സാധാരണ അഖദക്ക് രണ്ടർത്ഥമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അഖസ്തുൽ കലമ എടുത്തു എന്നുള്ള അർത്ഥമല്ലേ? എടുത്തു അത് അതിന്റെ പ്രൈമറി മീനിങ് ആണ്. ഓരോന്നിനും പ്രൈമറി മീനിങ് ഉണ്ടാവും, സെക്കൻഡറി മീനിങ് ഉണ്ടാവും. ഇപ്പൊ പ്രൈമറി മീനിങ് എന്ന് പറയുന്നത് എടുത്തു എന്നാണ്. പക്ഷെ ഇതിന് അഹദക്ക് വേറെ മുലാരിന്റെ കൂടെ വരുമ്പോ തുടങ്ങി എന്നർത്ഥം. ഉദാഹരണത്തിന് അഹസ്തു അദ്റുസു ഞാൻ പഠിക്കാൻ തുടങ്ങി. അഹസ്തു അഹദ യഅ്കുലു അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയാം. അപ്പൊ അഹദ അന്നാസ് യസ്തഇദൂന ലിലിഖാഇഹി ലിഖാ എന്ന് പറഞ്ഞാല് ഇലലിഖാ എന്ന് കേട്ടില്ല. ഇലലിഖാ കണ്ടുമുട്ടുന്നു. മീറ്റ് ചെയ്യാം. ഓക്കെ, ജനങ്ങൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, കണ്ടുമുട്ടാൻ തുടങ്ങി. അൽ ആബാഉ യശ്തറൂന ഖമറുദ്ദീൻ പിതാക്കന്മാർ വൽ മുകസ്സറാത്ത് വൽ ഉമ്മഹാത്ത് യുജഹിസ്ന അൽ അത്ഇമ വൽ ഹൽവ ലദീദ. അൽ ആബു യശ്തറൂന ഖമറുദ്ദീൻ ഉപ്പമാരൊക്കെ ഖമറുദ്ദീൻ വാങ്ങുന്നുണ്ട്. എന്താ ഖമറുദ്ദീൻ? ആർക്കെങ്കിലും അറിയാം? ഹൽ ലദൈകും ഖിബ്റ ഫിൽ ഖലീജ്? ഡു യു ഹാവ് എനി ഗൾഫ് എക്സ്പീരിയൻസ്? ഇഫ് യു ഹാവ് ഗൾഫ് എക്സ്പീരിയൻസ് I think you will... അത്തിപ്പഴാണോ? No. No. അത്തിപ്പഴ അല്ല, ഇതൊരു പിന്നെ ഒരു പോലല്ലേ? പിന്നെ ജ്യൂസ് പോലെയുള്ള ഒരു സാധനം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു മെറ്റീരിയൽ ആണ് ഖമറുദ്ദീൻ എന്ന് പറയുന്നത്. ഓക്കെ, കാണിച്ചു തരാം. ആപ്രിക്കോട്ട് ഫ്രൂട്ട് ലെതർ എന്നാണല്ലോ ടെക്സ്റ്റിലുള്ള സാറ്. അത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഖമറുദ്ദീൻ ഞാൻ കാണിച്ചു തരാറുണ്ട്. I think you can see this. ബട്ടർ ആണോ? ബട്ടർ അല്ല, ഒരു പിന്നെ where is it? This is കാണുന്നുണ്ടോ? This is ഖമറുദ്ദീൻ. ജ്യൂസ് ഉണ്ടാക്കും. അപ്പൊ അത് അറബികള് അവരുടെ ഇഫ്താറിന് വേണ്ടി തയ്യാറാക്കി. പിന്നെ വൽ മുകസ്സറാത്ത്, മുകസ്സറാത്ത് എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ നോമ്പിന്റെ ഉപയോഗിക്കുന്ന സാധനം, നട്സുകള്, മുകസ്സറാത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ അപ്പോ ഖമറുദ്ദീനും മുകസ്സറാത്ത്, ഖമറുദ്ദീൻ എന്ന് പറയുമ്പോൾ ഒരാളാന്ന് വിചാരിക്കരുത്. വൽ ഉമ്മഹാത്ത് യുജഹിസ്നൽ അത്ഇമ ഉമ്മമാര് ഭക്ഷണം തയ്യാറാക്കുന്നു. ജഹസ, അവിടെ ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേറെ വേർഡ് കിട്ടി. ജഹസ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ അഅദ്ദ പറഞ്ഞു. അഅദ്ദ പറഞ്ഞു. ഹല്ലറ, ഹല്ലറ പറയാ. ഹല്ലറ. ജഹസ, ജഹസ, ജഹസ എന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാം പ്രിപ്പയർ ചെയ്യാൻ, തയ്യാറാവുക, ഒരുങ്ങുക. അൻതും തുജഹിസൂന ലിൽ ഇംതിഹാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കോളി എന്നൊക്കെ പറയാം അല്ലെ. ഒരുങ്ങുക. ജഹസ, ഹല്ലറ, അഅദ്ദ പ്രിപ്പയർ ചെയ്യാം. അലാബ യശ്തറൂന ഖമറുദ്ദീൻ വൽ മുകസ്സറാത്ത് വൽ ഉമ്മഹാത്ത് യുജഹിസ്ന അൽ അത്ഇമ വൽ ഹൽവ ലദീദ വളരെ മധുരമുള്ള പലഹാരങ്ങൾ, ഹൽവ. വസാഅത്തുൽ ഇഫ്താർ യസ്തമിഉ വസാഅത്തുൽ ഇഫ്താർ ഇഫ്താറിന്റെ സമയത്ത്, സഅതാണ് വായിക്കണം. ഇഫ്താർ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത്. ഏത് ബ്രേക്ക്ഫാസ്റ്റ്? നോമ്പിന്റെ ഇഫ്താർ ഉണ്ടോ? യസ്തമിഉ അഫ്റാദുൽ ഉസ്റ ജമീഅൻ ഹൗലൽ മാഇദ ജനങ്ങളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ജമീഅൻ ഹൗലൽ മാഇദ എവിടെ ഒരുമിച്ച് കൂടുന്ന? ഹൗലൽ മാഇദ, ഡൈനിങ് ടേബിൾ. മാഇദ എന്നുള്ള ഡൈനിങ് ടേബിൾ. ബഅദ തനാവുൽ തആം വസ്സലാത്ത് യസ്തരിഹൂൻ ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? യസ്തരിഹൂന വയദ്ഹബൂന ഇലൽ മസ്ജിദി അവർ പള്ളിയിലേക്ക് പോകുന്നു. ലിഅദാഇസ് സ്വലാത്തിൽ ഇശാഇ വത്തറാവീഹ് സലാത്തുൽ ഇശാവും തറാവീഹും ഒക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അദാ എന്നാണ് പറയാ. അപ്പൊ നിസ്കരിക്കുക എന്നുള്ളതിന് എന്താ പറയാ? അദാ ഉസ്സലാത്ത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് നമ്മള് അദാ ഖളാ എന്നൊക്കെ പറയല്ലേ. അദാ ആയിട്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത് നിർവഹിക്കുക എന്നാണ് ശരിക്കും അദാന്റെ അർത്ഥം. അപ്പൊ അദാ ഉൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് തിലാവത്തുൽ ഖുർആൻ. പിന്നെന്താ? തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം ചെയ്യും. യെസ്. വഇൻദമാ യഹീനു സുഹൂർ. പിന്നെ ഹാന യഹീനു, ഹാന ഇന്നലെ വന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സുഹൂറിന്റെ യഹീനു ഹാന സമയമാണ്. വഇൻദമാ യഹീനു സുഹൂർ
സുഹൂറിന്റെ സമയമാകും ആയാൽ യതനാവലൂന മിനത്ത് തആമി, യതനാവലൂന അവർ കഴിക്കുന്നു, തനാവല മിനത്ത് തആം ഒരു ഭക്ഷണം കഴിക്കുന്നു. എന്ത് ഭക്ഷണം കഴിക്കുന്നത്? മാ യുഈനുഹും അലാ സിയാമിൽ യൗമിത് താലി, എന്താ കഴിക്കുക? മാ യുഈനുഹും, മാ യുഈനു അആന, അആന അറിയോ? അമാന അആന, അആന സഹായിക്കുക എന്നർത്ഥം. മാ യുഈനുഹും അലാ സിയാമിൽ യൗമിത് താലി, അൽ യൗമുത് താലി ശ്രദ്ധിക്കുക, അൽ യൗമുത് താലി അടുത്ത ദിവസം. നെക്സ്റ്റ് ഡേക്കാണ് എന്ത് പറയാം? യൗമുത് താലി എന്ന് പറയാം. യൗമുത്താലി. നെക്സ്റ്റ് ഡേ അൽ യൗമുത് താലി. അപ്പോ അടുത്ത ദിവസം നോമ്പെടുക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ ആവശ്യമായ ഭക്ഷണം, അതിനല്ലേ സുഹൂറല്ലേ നമ്മൾ അത്താൻ കഴിക്കുന്നത്? പിറ്റേ ദിവസത്തെ ഭക്ഷണം നോമ്പ് ഷെറാക്കാൻ വേണ്ടിയിട്ടാണ്. സുമ്മ യുസല്ലൂന അൽ ഫജ്ർ, സഹർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് നിസ്കരിക്കും. അവർ ഫജ്ർ. ഏതാ നിസ്കരിക്കുന്നത്? അൽ ഫജ്ർ, സുബഹി. സുബ്ഹ് നിസ്കാരം. വയനാമൂന ഖലീലൻ, അവർ കുറച്ചുറങ്ങുകയും കുറച്ചു നേരം. വയസ്തൈഖലൂന ലിയബ്ദഉ അമലഹും ഫി നശാത്ത്, എന്നിട്ട് വയസ്തൈഖലൂന, എന്നിട്ട് അവർ അവർ ഉണരും. എണീറ്റു. അവർ ഉണരുന്നു. വയസ്തൈഖലൂന ലിയബ്ദഉ, അവർ തുടങ്ങുന്നതിന് വേണ്ടി തുടങ്ങാൻ വേണ്ടി. അമലഹും ഫി നശാത്ത്, നശാത്ത് അവിടെ ഉന്മേഷത്തോടു കൂടി അവിടെ അവരുടെ എനർജിയോട് കൂടി അവരുടെ ജോലിക്ക് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടി. ഇവിടെ ബദ എന്ന് പറയാൻ തുടങ്ങി. വഫിൽ അയ്യാമിൽ അഖീറ മിൻ റമദാൻ, റമദാന്റെ അവസാനത്തെ ദിവസങ്ങളിൽ യഖ്റുജുൽ ആബാഉ, അയ്യാമുൽ അഖീറ അവസാന ദിവസങ്ങൾ. പുറപ്പെടുന്നു. യഖ്റുജുൽ ആബാഉ വൽ ഉമ്മഹാതു, ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പുറപ്പെടും. ഷറായി മലാബിസ്, ലിശിറാഇൽ മലാബിസിൽ ജദീദ, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇസ്തിഅദാദൻ ലിഈദിൽ ഫിത്ർ, എന്തിനാണ്? പെരുന്നാളിന്റെ ഒരുക്കം, പെരുന്നാളിന്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. ഒരുക്കത്തിന്. വഫി അൽ യൗമിൽ അവ്വൽ മിൻ ശവ്വാൽ, ഷവ്വാലിന്റെ ഷവ്വാലിന്റെ 6 ദിവസത്തിലാണ്. ശവ്വാലിന്റെ ആദ്യ ദിവസം. യസ്തൈഖലു നാസ് മുബക്കിരീന, ജനങ്ങൾ നേരത്തെ ഉണരുന്നവരോ. അപ്പൊ എന്താ പറയാ? മുബക്കിരീന, മുബക്കിർ എന്ന് പറഞ്ഞാല് നേരത്തെ. നേരത്തെ. നം മുബക്കിറൻ വസ്തൈഖൽ മുബക്കിറൻ ഒരു പ്രയോഗമാണ്. എന്താണ് നം മുബക്കിറൻ? എന്താ അർത്ഥം? എന്താണ്? നം 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 മുബക്കിറൻ, നേരത്തെ ഉറങ്ങുക. ഉറങ്ങുക. വസ്തൈഖൽ മുബക്കിറൻ, നേരത്തെ എണീക്കുക. നേരത്തെ എഴുന്നേൽക്കുക. അപ്പോ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇസ്തൈഖൽ നം മുബക്കിറൻ വസ്തൈഖൽ മുബക്കിറൻ ലി അദാഇ സക്കാത്തുൽ ഫിത്ർ. എന്തിനാണ് അവർ നേരത്തെ എഴുന്നേൽക്കുന്നത്? ലി അദാഇ, എവിടെയും കണ്ടോ? അവിടെ ഉപയോഗിച്ച വേർഡ് ഏതാണ്? അദാ. ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് അവിടെ ഉപയോഗിക്കുക. അദാ, അദ്ദാ യുഅദ്ദി, അദ്ദാ എന്നാണ് അതിന്റെ ഫെയില്. അദ്ദാ നിർവഹിച്ചു, അദാ നിർവഹിക്കുക. അദാ ഈ സക്കാത്തുൽ ഫിത്ർ, സക്കാത്തുൽ ഫിത്ർ നിർവഹിക്കാൻ. സുമ്മ സലാത്തുൽ ഈദ്, പിന്നെ അവര് പെരുന്നാൾ നിസ്കരിക്കും. ജമാഅത്തൻ, ജമാഅത്ത്. സുമ്മ യതബാദലൂന സിയാറാത്തി വത്തഹാനി, പിന്നെ അവര് തബാദല, തബാദലമാണ് തബാദല, യതബാദലു, തബാദല യതബാദലു എന്ന് പറഞ്ഞാല് കൈമാറ്റം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം. എന്താ കൈമാറ്റം ചെയ്യുന്ന? സിയാറാത്ത്, സന്ദർശനങ്ങൾ. അതായത് ഓരോരുത്തർ അവരുടെ കുടുംബ വീടുകളിലേക്കും മറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനങ്ങൾ. വത്തഹാനി, തഹാനി, യെസ്, തഹാനി ആശംസകൾ, ആശംസ, യെസ്, വിഷസ്. തഹാനി, തഹാനി, അജ്മൽ തഹാനി അല്ലെങ്കിൽ അഹ്ല തഹാനി. തഹാനി മറിയന്റെ ബ്രദറിന്റെ മോളെ പേരാ തഹാനി. തഹാനി എന്ന് പറഞ്ഞാല് വിഷസ് എന്നർത്ഥം. وعندما يقابل احدهم صديقه يقول, ഓരോരുത്തരും അവരുടെ കൂട്ടുകാരെ കണ്ടുമുട്ടുമ്പോൾ, ഇവിടെ കാബല എന്നുണ്ട് അല്ലെ? കാബല, ഫേസ് ചെയ്യാം, മീറ്റ് ചെയ്യാം, കാബല. ഇൻദമ യുകാബിലു, കണ്ടുമുട്ടുന്ന സമയത്ത്. അപ്പൊ ഇൻദമ ആ സമയത്ത് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇൻദമ. ഇൻദമ യുകാബിലു അഹ്ദുഹും, അഹ്ദുഹും എന്ന് പറയുന്നത് എന്താ? അഹ്ദുഹും ഒരാൾ, അവരിൽ ഒരാൾ. യഖൂലു, എന്താ പറയാ? പെരുന്നാളിന്റെ സമയത്ത് കണ്ടുമുട്ടുന്ന സമയത്ത് എന്താ പറയാ? ഈദ് സഈദ്, അല്ലെങ്കിൽ പിന്നെന്താ പറയല്? ഈദ് മുബാറക്. ഫയറുദ്ദുൽ ആഖർ, അപ്പൊ മറ്റേ ആൾ എന്ത് പറയും? ആഖർ. ഇവിടെ എന്താ പറയണ്ട? ആഖിർ എന്നല്ല, ആഖർ. ആഖർ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ, ദ അതർ പേഴ്സൺ. ദ അതർ പേഴ്സൺ വിൽ റിപ്ലൈ,
എന്താ റീപ്ലൈ? كل عام وأنتم بخير. കുല്ലു എല്ലാ വർഷവും ആം നിങ്ങൾക്ക് നന്മ ഉണ്ടാകട്ടെ. കുല്ലു ആം വഅൻതും ബിഖൈർ. നിങ്ങൾ നന്നായിരിക്കട്ടെ എന്നുള്ള ആശംസ. ഓക്കെ, അപ്പൊ എത്രയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സോറി. ഇനി ഇതിലെ കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സുകളൊക്കെ പഠിക്കുക. ഇതിൽ മാത്രം ഈ പറഞ്ഞ വേർഡുകൾ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അതും കൂടി പഠിക്കാം. ഇനി ഇതിൽ കുറച്ച് ഇനിയാണ് നമ്മുടെ വിഷയം വരുന്നത്. എന്താണ്? സുആൽ മാദ അസ്ഇല അല നസ്. ഈ ടെസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണം. സുആൽ ഒന്നാമത്തെ, മാദ അഷ്തരി ലാബാഉ ഫി റമളാൻ. എന്താണ് ഉപ്പമാരൊക്കെ റമളാനിൽ വാങ്ങുന്നത്? ജവാബ് അഷ്തരി ലാബാഉ ഖമറദീൻ വൽ മുകസ്സറാത്ത്. അടുത്തത് മാദ അഷ്തരി ലാബാഉ ഫി റമളാൻ, അത് അവിടെ പറഞ്ഞു ഓൾറെഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാദ തുജഹിസുൽ ഉമ്മഹാത്തു ഫി റമളാൻ. പറയൂ. تجهز الأمهات في رمضان وألوى اللذيذة. ഹൽ അൽവ ലദീദ. പിന്നെ തേമത്ത് വേണ്ട. അല്ല തഈമ വൽ ഹൽവ അല്ലദീദ. ഓക്കെ, അഹ്സൻ. ماذا يفعل الصائمون بعد تناول الإفطار؟ ماذا يفعل الصائمون؟ يفعل الصائمون بعد تناول الإفطار അല്ലെങ്കിൽ എന്ത് ചെയ്യും? بعد تناول الإفطار എന്ത് ചെയ്യും? يذهبون إلى المسجد يذهبون إلى المسجد لأداء صلاة لأداء صلاة الإفطار العشاء وصلاة التراويح. وصلاة التراويح. ഓക്കെ, അതാണ് ഇതാണ്. അപ്പോ ماذا يفعل المسلمون صباح العيد? ഞാൻ ആൻസർ ചെയ്യാൻ അല്ല, അതിന്റെ മീനിങ് ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറയും. ماذا يفعل المسلمون صباح العيد? എന്താണ്? يستيقظ الناس مبكرين لأداء زكاة الفطر. يستيقظ المسلمون مبكرين لأداء زكاة الفطر ولصلاة العيد. لصلاة العيد അങ്ങോട്ടും കൂട്ടാം. മാദാ യതബാദലു. ഇവിടൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മാദയാണ്. മാദ എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. എന്താണ്? കൃത്യമായ ഒരു ആശയത്തെ കുറിച്ചാണ് ചോദിക്കുക. മാദാ യതബാദലു മുസ്ലിമൂന. മുസ്ലിമീങ്ങൾ എന്താണ് തബാദല? ഒരു കൈമാറ്റം ചെയ്യുന്നത്. يتبادل المسلمون في العيد يتبادل الزيارات والتهانيس. ഇനി മത. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മത വെച്ചിട്ടാണ്. അപ്പൊ മത സുആൽ മത നസൽ അൽ ഖുർആൻ. അൽ ജവാബ് നസൽ അൽ ഖുർആൻ ഫീ ലൈലത്തുൽ ഖദർ. മത നസൽ അൽ ഖുർആൻ. വീണ്ടും മത യജ്തമിഉ അഫ്റാദുൽ ഉസ്റ ഫി റമളാൻ. അപ്പോൾ ഇവിടെ സമയമാണ് പറയേണ്ടത്. മത എന്നുള്ള എപ്പോഴും എന്താണ്? ഒരു ടൈമാണ് അല്ലേ? മത യജ്തമിഉ അഫ്റാദുൽ ഉസ്റ. മത യജ്തമിഉ وساعة الإفطار. نعم، يجتمع أفراد الأسرة في ساعة الإفطار. نعم، أحسن. متى يصلي المسلمون التراويح في رمضان؟ متى يصلي المسلمون التراويح في رمضان؟ بعد العشاء. بعد تناول الإفطار. أنا പറയാം لا بعد تناول الإفطار അല്ലെങ്കിൽ بعد صلاة العشاء. അതും പറയാം, കുഴപ്പമില്ല, രണ്ടും കറക്റ്റ് ആൻസർ ആണ്. متى يشتري الآباء الملابس الجديدة؟ أمان الملابس الجديدة. പുതിയ വസ്ത്രങ്ങൾ. في أيام آخر. في أيام الأخيرة من رمضان. نعم، لا يشتري الآباء الملابس الجديدة في أيام الأخيرة من رمضان. متى يؤدي المسلمون زكاة الفطر؟ متى يؤدي زكاة الفطر؟ ما هو وقت زكاة الفطر؟ في صباح يوم العيد. في صباح يوم العيد. അപ്പോ നമ്മളിതിന് മനസ്സിലാക്കിയ ചില സമയത്ത് ചില ആൻസർ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ അതേപോലെ കൊടുത്തിട്ടുണ്ടാവും, ചിലത് അതുപോലെ കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആശയം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട വേർഡുകൾ ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ സബാഹുൽ ഈദ് അവിടെ കൊടുത്തിട്ടില്ല, അത് നമ്മൾ കൊടുക്കണം.
في صباح يوم العيد. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൈഫാണ്. കൈഫ മീൻസ് എങ്ങനെ? لماذا ينتظر المسلمون شهر رمضان؟ الجواب ينتظر المسلمون شهر رمضان لأنه شهر الصوم. എന്താ കാരണം? കാരണം പറയുമ്പോൾ لأنه എന്ന് പറയാം. شهر الصوم والعبادة والتراحم. അടുത്ത لماذا ينتظر المسلمون شهر رمضان؟ അതിന് كيف يستعد المسلمون للقاء رمضان? എങ്ങനെയാണ് അവർ സ്വീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നത്? കൈഫ يستعد المسلمون للقاء رمضان. ഇവിടെ എന്താ പറയാ, കൈഫന്റെ ചോദ്യം ലിമന്റെ ചോദ്യം രണ്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ലിമാദയുണ്ട് കൈഫയുണ്ട്. കൈഫ യസ്തഅദ്ദുൽ മുസ്ലിമൂന, കൈഫ എങ്ങനെയാണ് പറഞ്ഞത്? ഓർക്കുണ്ടോ? ഉണ്ടാ ينتظر الناس رمضان من عام إلى لأنه شهر في ليلة القدر هي ഇവിടെ പറഞ്ഞു هكذا أخذ الناس يستعدون للقاء هي الآباء يشترون قمر الدين والمكسرة والأمهات يجهزن الأطعمة والحلوى. അപ്പോ എങ്ങനെയാണ് തയ്യാറാകുന്നത്? എങ്ങനെ പറയാം? يستعد المسلمون للقاء رمضان بشراء അല്ലെങ്കിൽ എങ്ങനെ പറയാം? يستعد المسلمون للقاء رمضان وهم يشترون الأطعمة والمكسرات ويجهزون الأطعمة അങ്ങനെ ഒന്നിച്ച് പറഞ്ഞാലും മതി. അപ്പൊ നമ്മൾ അവിടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം അതേപോലെ ആ സ്ട്രക്ചറിൽ അവിടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. നമ്മളവിടെ എന്ത് ചെയ്യണം? തയ്യാറാവാൻ. അപ്പൊ കൈഫ എസ്താഴ്തു എങ്ങനെയാണ് തയ്യാറാവുന്നത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് അതേപോലെ ആൻസർ അവിടെ കൊടുത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. എങ്ങനെ? ഇസ്തഅദ്ദൽ മുസ്ലിമൂന ലിലഖാഇ റമളാൻ. ഒന്നെങ്കിൽ ആ സെന്റൻസ് അവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതെ പറയാം. എങ്ങനെ? വഹും അൽ-ആബാഉ യശ്തറൂന അൽ-ഖമറദ്ദീൻ വൽ-മുകസ്സറാത്ത് വൽ-ഉമ്മഹാത്ത് യുജഹിസ്ന അൽ-അത്ഇമ. ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്തത് കൈഫ ഫളല അല്ലാഹു ശഹ്റ റമളാൻ അല ശുഹൂറിൽ ഉഖ്റ. എങ്ങനെയാണ്? കൈഫ ഫളല അല്ലാഹു ശഹ്റ റമളാൻ അല ശുഹൂറിൽ ഉഖ്റ. മറ്റുള്ള മാസങ്ങളിൽ നിന്ന് റമദാൻ ശ്രേഷ്ഠമാക്കിയത് എങ്ങനെയാണെന്ന്. റമളാനെ ശ്രേഷ്ഠമാക്കിയത് ആര്? അപ്പൊ എങ്ങനെ പറയാം? ഫളല അല്ലാഹു ശഹ്റ റമളാൻ ബി വെച്ചിട്ട് പറയാം. ബിനുസൂലിൽ ഖുർആനി ഫീഹി, അതിൽ ഖുർആനെ ഇറക്കിക്കൊണ്ട്. അല്ലെങ്കിൽ ബിഅൻ പറയാം. ബിഅൻ അൻസലല്ലാഹു അൽ ഖുർആന ഫീഹി, അങ്ങനെ പറയാം. ഓക്കെ. അപ്പൊ ഇതിലും ഈ കൈഫ എന്നുള്ള ക്വസ്റ്റ്യനും അതിൽ കറക്റ്റ് ഡയറക്ട്ലി അതിന്റെ ആൻസർ നമുക്ക് ആ ഒരു ടെക്സ്റ്റിന് കിട്ടൂല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടേതായ രൂപത്തിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അപ്പൊ ഫളലല്ലാഹു ശഹ്റ റമളാൻ ലഅന്ന ഫീഹി നസലൽ ഖുർആൻ, അങ്ങനെ പറയാം. വഫീഹി ലൈലത്തുൽ ഖദർ, അതും കൂടി പറയാം കേട്ടോ. രണ്ടെണ്ണം പറയാം. ഓക്കെ. കൈഫ യതബാദലുൽ മുസ്ലിമൂന തഹാനി ഫിൽ ഈദ്. എങ്ങനെയാണ് യതബാദലുൽ മുസ്ലിമൂന? ഹലേ ഹയ്യ അജീബു. കൈഫ യതബാദലുൽ മുസ്ലിമൂന بعيد سعيد بكلمات عيد سعيد ويردون كل عام وأنتم بخير. അപ്പൊ അങ്ങനെ പറയാം. يتبادل المسلمون التهاني في العيد بكلمات عيد سعيد وكل عام وأنتم بخير. كل عام وأنتم بخير. كل عام وأنتم بخير. ഓക്കെ. അടുത്ത നെക്സ്റ്റ് തംറീൻ. ലഇൽ അസ്ഇല അലൻ നസ്. ഇവിടെ ആൻസർ ഇവിടെ ഉണ്ട്, ക്വസ്റ്റ്യൻ വേണം. ഇസ്അൽ അൻ സബബ് ഇന്തിലാർ الناس لرمضان. ഇപ്പൊ
ആളുകളൊക്കെ റമദാനെ കാത്തിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കണം. എന്റെ ചോദ്യം എങ്ങനെ ചോദിക്കാം? ലിമാദ എന്തു റമദാന കുല്ല ആമിൻ, അതവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നിങ്ങൾ തയ്യാറാക്കണം. ഇസ്അൽ അൻ ഇസ്തിഅദാദിൽ ആബാഇ ലിലിഖാഇ റമദാൻ. ഇസ്അൽ, ആസ്ക്, അൻ ഇസ്തിഅദാദിൽ ആബാഇ ലിലിഖാഇ റമദാൻ. എന്താണ് മീനിങ്? എന്താ ഇസ്തിഅദാദിൽ ആബാ? തയ്യാറെടുക്കുന്നത് എങ്ങനെ? ആര് തയ്യാറെടുക്കുന്നതിനെ കുറിച്ച്? അപ്പൊ ആബാ. എന്തിന്? വരവേൽക്കാൻ വേണ്ടി. റമദാനെ വരവേൽക്കാൻ. ഓക്കെ, അപ്പൊ അതിനെങ്ങനെ ചോദ്യം ചോദിക്കാം? കൈഫ. അവിടെ ഇസ്തിഅദാദ് എന്നുള്ള മസ്ദറാണ് തന്നിട്ടുള്ളത്. ഇസ്തിഅദാദ് എന്നുള്ള ഒരു റൂട്ട് വേർഡാണ്. അതിനെ ഫെയിൽ ആക്കിയിട്ട് മാറ്റി. കൈഫ യസ്തഇദു ആബാഉ ലിലിഖാഇ റമദാൻ. യെസ്, മുംതാസ്. كيف يستعد الآباء للقاء رمضان؟ هذا جواب رائع. نعم. وهنا سؤال آخر، كيف؟ باقي إذا آنسر أو إذا. أوكي، next question. اسأل عن الوقت الذي يجتمع فيه أفراد الأسرة. അതായത് അൽവക്ത്, ഇസ്അൽ അനിൽ വക്ത്. അപ്പോ നമ്മുടെ സവാൽ എന്തായിരിക്കണം? സമയത്തെ കുറിച്ചായിരിക്കണം. സമയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ ഉപയോഗിക്കാം? മത. ഓക്കെ, അല്ലദി യജ്തമിഉ ഫീഹി അഫ്റാദുൽ ഉസ്റ. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പറഞ്ഞോക്ക്. متى يجتمع متى يجتمع فيه അവിടെ ആഡ് ചെയ്യണ്ട. متى يجتمع أفراد الأسرة. Yes, أحسنتم. Next, اسألني എന്നോട് ചോദിക്കണം കേട്ടോ. اسألني عن اسم الوجبة التي أتناولها استعدادا للصيام. الوجبة، ما معنى الوجبة؟ الوجبة التي أتناولها. أعتقد أنكم فهمتم هذا. الوجبة، هناك وجبات كثيرة. وجبة سريعة. أنا آكل 3 وجبات في يوم واحد. فطور غداء. نعم، الفطور والغداء والعشاء، وهذه 3 وجبات التي أتناولها في كل يوم. فعليكم أن تسألني ما هي الوجبة التي أتناولها استعدادا للصيام. മീലാണോ? വജ്ബ എന്ന് പറയുന്നത് ഫുഡ്. വജ്ബ സരിഅ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ അമാനസ്, വജ്ബ സരിഅ. ഫാസ്റ്റ് ഫുഡ്. യെസ്, ഫാസ്റ്റ് ഫുഡ്, വജ്ബ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ക്വസ്റ്റ്യൻ. هذا سؤال سهل جدا. هيا اسألوا بسرعة. ماذا اسم الوجبة؟ ماذا എന്ന് ചോദിക്കണ്ട. മസ്മു അല്ലെ? മസ്മുൽ വജ്ബ അല്ലതി. അവിടെ മസ്മുൽ വജ്ബ അല്ലതി അത്തനാവല് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷിക്കുക. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ മസ്മുൽ വജ്ബ അല്ലതി തതനാവലു ഇസ്തിഅദാദൻ ലിസ്സിയാം. ഓക്കെ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ മാഹിയൽ വജ്ബ എന്ന് ചോദിച്ചാൽ മതി. ഇസ്മെന്ന് ചോദിക്കണമെന്നില്ല. മസ്മുൽ വജ്ബ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ മാഹിയൽ വജ്ബ അല്ലതി തതനാവലു, നീ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എന്താണ്? ഇസ്അൽ അൻ സബബ് ഖുറൂജിൽ ആബാഇ വൽ ഉമ്മഹാത്ത് ഫിൽ അയ്യാമിൽ അഖീറ മിൻ റമളാൻ. അവിടെ കാരണത്തെ കുറിച്ച് ചോദിക്കണം. ഇസ്അൽ അൻ സബബ്. സബബിന് ചോദിക്കുമ്പോൾ എന്താ പറയണം? ലിമാദ ഖുറൂജുൽ ആബാ എന്ന് പറഞ്ഞാൽ മതിയോ? ഒരു സെന്റൻസ് കറക്റ്റ് ആക്കണ്ടേ? അതൊരു ഫീൽ ആക്കി പറയും. ലിമാദ യഖ്റുജു ഉമ്മഹാത്തു ഫിൽ അയ്യാമിൽ من رمضان. Yes. اسأل عن وقت أداء زكاة الفطر. ഇനി അടുത്ത ചോദ്യം ഇതാണ്. عن وقت. اسأل سؤال عن الوقت.
മത്ത മത മത അയ്യോ മത മത വക്തിനെ കുറിച്ച് ചോദിക്കുമ്പോ മത 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 അതൊരു ഫെയിലും കൂടി കൂട്ട്. അതാ അതിനെ ഫെയിലാക്ക്. മത اسألني 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 اسألوني عن وقت أداء زكاة الفطر. متى أؤدي زكاة الفطر؟ هكذا تسألوا، عليكم أن تسألوني متى യു يؤدي എന്ന് പറഞ്ഞാൽ അവനാണ്. നീ ആ എന്ന് പറയും. ഓക്കെ തുഅദി يس متى تؤدي متى تؤدي زكاة الفطر؟ أنا أؤدي زكاة الفطر في صباح العيد. അതാ എന്നുള്ളതിന്റെ ഫിലിം മുതൽ തുഅദ്ദി تؤدي അദ്ദാ യുഅദ്ദി എന്നാണ്. അദ്ദാ 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 എന്ന് പറഞ്ഞാല് നിർവഹിക്കുക. അദ്ദാ അദാ ഇവിടെ മസ്ദറാണ്. അദാ. ഓക്കെ അതാ അല്ലേ. اسأل عن اسم أفضل ليلة في رمضان والسبب في ذلك. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. اسأل عن اسم. أولا عليكم أن تسألوا عن اسم الليلة. والسؤال الثاني عن السبب. هيا അതിന്റെ കാരണം هاتوني. എന്താ? يس هيا أعطوني بسؤال بالأسئلة. كيف تسألون؟ ഇവിടെ അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് കുറെ ആളുകൾ പിന്നെ ഇവിടെ ഉണ്ടാതിരിക്കുന്നുണ്ടാവും. അതിൽ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം അവർക്ക് മെച്ചമായിരിക്കും. അപ്പൊ പരമാവധി ആളുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ്. മസ്മു 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 അഫ്ളൽ ലൈലത്തിൻ. يس سؤال واحد. السؤال الثاني السبب. عن السبب. لماذا أفضل لماذا മലയാളത്തിൽ എങ്ങനെ ചോദിക്കും? അതുപോലെ അതിന്റെ കാരണം എന്താണെന്ന് റമദാനിന്റെ കൃത്യമായിട്ട് ഒരു കംപ്ലീറ്റ് സെന്റൻസ് പറയും. ക്വസ്റ്റ്യൻ മലയാളത്തില്. എന്തുകൊണ്ടാണ് റമദാനിനെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയായി കാണുന്നു. രാത്രിയായി കാണുന്നത്? റമദാനിന് വിശേഷിക്കപ്പെട്ട രാത്രിയുടെ പേര് ശ്രേഷ്ഠത. ما هي أنا أسألكم أولا ما هي أفضل ليلة في رمضان؟ ليلة القدر. Yes. لماذا ليلة القدر أفضل الليالي في رمضان؟ نزل القرآن. نعم. فعليكم أن تسوقوا، عليكم أن تسألوا بمثل هذا. اسألوا عن السبب. لماذا؟ هنا أمامكم لفظ أفضل، فعليكم أن تأخذ الفعل من كلمة أفضل. ശ്രേഷ്ഠമാക്കപ്പെടുക എന്ന് അറബി പറയാം. തുഫല്ലലു. അത് മജ്ഹൂലാക്ക്. എന്തുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് മലയാളത്തിൽ ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്ക്. എന്തുകൊണ്ടാണ് റമദാനിലെ പിന്നെ ലൈലത്തുൽ ഖദർ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമാക്കപ്പെട്ടത്? അങ്ങനെ ലിമാദ തുഫല്ലിലു എന്നാണ്. മജ്ഹൂലാക്കുമ്പോ തുഫല്ലിലു എന്നാണ്. ലിമാദ തുഫല്ലലു ലൈലത്തുൽ ഖദർ. هذا يكفي خلاص. سند الآن قد أتيتم بالسؤال. അതായത് എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ ശ്രേഷ്ഠമാക്കപ്പെട്ടത്? അപ്പൊ ലിമാദ ശ്രേഷ്ഠമാക്കപ്പെട്ട ലിമാദ തുഫല്ലലു എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ മാലയായിട്ടാണെങ്കിൽ ലിമാദ ഫുള്ളിലത്ത് ലൈലത്തുൽ ഖദർ. اوكي هنا يبقى تمرين أخير. تمرين الثالث. ماذا تفعل في المواقف الآتية؟
أمامكم مواقف مختلفة. ما معنى مواقف؟ موقف جمعه مواقف. നിൽക്കുന്ന സ്ഥലല്ലേ? സ്ഥലമാണോ? സ്റ്റോപ്പാണ്. ستوب. هنا 3 مواقف أمامكم. أولا الموقف الأول أعلن المذيع أن غدا رمضان. هذا هو موقف واحد أن أعلن المذيع أن غدا رمضان. നാളെ നോമ്പാണ് റമളാനാണ്. പ്രഖ്യാപിക്കപ്പെട്ടു. പ്രഖ്യാപിച്ചു. അതായത് മൗഖിഫ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് എന്നാണ്. 3 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്താണ് ചെയ്യാം പറയൂ. സെന്റൻസ് ആക്കിയിട്ട് അത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കണം കേട്ടോ. ഇവിടെ പറഞ്ഞാലും എല്ലാവരും ഒന്ന് എഴുതി നോക്കാം. അതിന്റെ ആൻസർ ഒന്ന് എഴുതി നോക്കാം. എന്താ പറയാ, നിങ്ങൾ എന്താ ചെയ്യാ? അറബി പറയും. നാളെ റമദാനാണെന്ന് പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടു. നാളെ റമദാനാണ് പ്രഖ്യാപിച്ചു, കാദിമാരൊക്കെ പ്രഖ്യാപിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? റമദാൻ മുബാറക്. What will be your first expressions? അല്ലെങ്കിൽ what will be the first preparation for the Ramadan in Arabic? هيا تفضلوا. عيد رمضان مبارك. Yes. أنت ترسل الرسائل ب رمضان مبارك لمن؟ لأصدقائي. أنا أرسل تهاني رمضان، تهاني بحلول رمضان إلى أصدقائي. أنا أرسل تهاني رمضان إلى أصدقائي. أوكي. أو إلى صديقاتي. أوكي. ماذا؟ ഒന്നുകൂടി പറഞ്ഞോ. വേറൊരാള് എന്ത് ചെയ്യും? ഞാന് അത്താഴത്തിനുള്ള ഭക്ഷണം റെഡിയാക്കും. എങ്ങനെ പറയും? അത്താഴത്തിനുള്ള ഭക്ഷണം റെഡിയാക്കും എങ്ങനെ പറയും? റെഡിയാക്കും in future tense. أحلر سأحلر الطعام للسحور. اوكي للسحور. اوكي هذا وهناك موقف آخر. ما هو؟ جاء العيد ولك جار فقير كثير الأولاد. ماذا تفعل؟ استمعوا. جاء العيد. اوكي فهمتم؟ جاء العيد. فهمتم؟ نعم. ولك جار يعني أمامك في قريب من بيتك جار فقير. അയൽവാസി, പാവപ്പെട്ട അയൽവാസി. ധാരാളം കുട്ടികളും. له أولاد كثير. في مثل هذه الموقف، في مثل هذه الحالة ماذا تفعل؟ അവർക്ക് എന്താണ് പെരുന്നാൾ ദിവസം നിങ്ങൾ ചെയ്യുന്നതാണ് അർത്ഥമായിരിക്കും. ماذا تفعل؟ أشتري الملابس الجديدة. لمن؟ أولاد للجار الفقير. അല്ലെങ്കിൽ എന്താ പറയാ? ഫക്കീറിന്റെ മക്കൾക്ക് അല്ലേ? ഔലാദി هذا الجار لهذا الجار أو لهذا الفقير. അല്ലെങ്കിൽ എന്താ പറയാ? വേറൊരു ആൻസർ. ഞാൻ സ്വതക്ക കൊടുക്കും. തൈത്തു എന്ന് പറയാൻ നൽകിയതാണ്. നൽകും. അവിടെ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നൽകും. ഫ്യൂച്ചറായിട്ട് മുസ്തഖ്ബിൽ പറയുമ്പോ എന്ത് വേണം? മുസ്തഖ്ബിൽ എപ്പോഴും സാ പറയണം. സാ കൂട്ടി പറയണം. മാലി മുലാരി കൂടെ കൂട്ടിട്ട് പറയാം. ഇഷ്ടമേ മാലി മുലാരി കൂടെയും കൂട്ടി പറയല്ലേ? സാ മുലാരിയുടെ കൂടെ മാത്രമേ പറയുള്ളൂ. സാ ആയത്തയുടെ മുലാരി
ഈ ടു എന്നുള്ളത് എപ്പോഴും മാതിയിൽ മാത്രമേ വരുള്ളൂ. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കില്ല. ആകെ മീരയില് മാറി പോകുന്നുണ്ട്. താ തീ തൂ ഒക്കെ മാതിയിലാ വരിക. ആ. സ, തു, ആഴ്ത്ത തൈ, തു. ആഴ്ത്ത ടു എന്ന് പറയരുത്. ടു എന്നുള്ളത് മാതിയിൽ മാത്രമേ تؤتين ഞാൻ പറയാം. അതായത് ആഴ്ത്തയുടെ മുതാരി യുഴത്തി എന്നാണ്. യുഴത്തി. അത് ഞാൻ കൊടുക്കാന്ന് പറയുമ്പോ എങ്ങനെ പറയും? നേരത്തെ ഒക്കെ നിങ്ങൾ പറഞ്ഞില്ലേ സക്കാത്ത് നിർവഹിക്കും, ഞാൻ നിർവഹിക്കും, എങ്ങനെ പറഞ്ഞ? അതാ, അതാ അവിടെ അതാ. അവിടെ ഫെയിൽ എന്താ പറഞ്ഞ? ഫെയില് തു, തുഅദ്ദി എന്നൊക്കെ പറയാം. യുഅദ്ദി, മതി. യുഅദ്ദി, അതേപോലെ തുഅദ്ദി. تؤتين ഞാൻ. അപ്പൊ ഞാൻ എന്നുള്ളതിന് എന്താ പറയാ? യുഅദ്ദി. മുലാരിയിലെ ഞാൻ പോകുന്നു. അസ്ഹബ് أذهب അദ്ഹബു. അപ്പൊ ഞാൻ അസ്ഹബു എന്നുള്ളതിന് അപ്പൊ മുലാരിയിലെ ഞാൻ എന്നുള്ളതിന് ആ എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ആ അല്ലേ? അപ്പൊ ഇവിടെ آتي ആഴ്ത്തി യുഴ്ത്തി. അപ്പൊ യു എന്നുള്ള യാവിന് പകരം അവിടെ ഉപയോഗിക്കണം. എങ്ങനെ? യുഴ്ത്തി എന്ന് പറഞ്ഞാൽ അവൻ നൽകുന്നു. അപ്പൊ ഞാൻ ഉഅത്തി. നൽകുന്നു എന്നുള്ളതിന് യുക്ക് പകരം തുഅദ്ദി, أؤتي തുഅദ്ദി. മുലാരിയിൽ എപ്പോഴും മുലാരിയിലെ ഞാൻ എന്നുള്ളത് മീ എന്നുള്ള അർത്ഥത്തിൽ എപ്പോഴും എന്നാണ് ഉപയോഗിക്കുക. ഉഴ്ത്തി. അല്ലെങ്കിൽ ആ എന്ന് പറയാം. ഹംസയാണ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ ഹംസ തുഅദ്ദി. ആവാം. ഉദാഹരണത്തിന് ഞാൻ വേറെ എന്താ പറയാം? അദ്ഹബു. അവിടെ ആന്നാണ്. അക്തുബു, അൻസുറു. യുഴ്ത്തി എന്നാണെങ്കിൽ അവിടെ ഉഴ്ത്തി. സഉഴ്ത്തി സ്വദഖത്തൻ ലിഹാദൽ ജാ. اوكي. وهناك موقف آخر. رجعت إلى البيت في أفضل أيام العيد وعلمت أن ابن عمك جاء لزيارتك ولم يقابلك. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? رجعت إلى البيت. ഞാൻ വീട്ടിലേക്ക് رجعت إلى البيت. മടങ്ങി. في أفضل أيام العيد. മടങ്ങി. في أفضل أيام العيد. وعلمت. ഞാൻ അറിഞ്ഞു. അറിഞ്ഞു. أن ابن عمك. എന്റെ അമ്മാവന്റെ മകൻ. എന്റെ അമ്മാവന്റെ മകൻ. അമ്മ എന്ന് പറഞ്ഞ അമ്മാവനാ? അന്ന ഇബ്ന അമ്മ. അമ്മാവന്റെ മകൻ. അമ്മ പറഞ്ഞാല് അമ്മാവന്റെ മകൻ. അമ്മാറ മനൽ അമ്മ. അമ്മാവൻ എന്ന് പറയല്ലേ? അമ്മാവൻ എന്ന് പറയാ? അമ്മാവനല്ല പഠിച്ചത്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്? പല നാട്ടിലും പലതായിരിക്കും, അറിയില്ല. ഉമ്മാന്റെ ആങ്ങള. ഇവിടെ ഉമ്മാന്റെ ആങ്ങളൊക്കെ അറബിയിൽ അമ്മ എന്നല്ല പറയാം. ഉമ്മാന്റെ ആങ്ങളൊക്കെ എന്താ അറബിയിൽ പറയാം? അമ്മ. ഇബ്നു അമ്മ റസൂൽ. ഇബ്നു അമ്മിന്റെ അല്ലെങ്കിൽ അമ്മ റസൂൽ എന്നൊക്കെ കേട്ടില്ലേ? അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാടെ സഹോദരനാണ്. ഉപ്പാന്റെ അനിയനാ? ഉപ്പാന്റെ സഹോദരൻ. ഉപ്പാടെ അനിയനാവാം, എളാപ്പാവാം, അല്ലെങ്കിൽ മൂത്താപ്പാവാം. ഉപ്പാടെ സഹോദരൻ. അത് മുകളിലോ താഴെ ആരാണ്? അപ്പൊ ഇബ്നു അമ്മ എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരൻ. പിതൃ സഹോദരന്റെ മകൻ, എളാപ്പാന്റെ മോനെ അല്ലെങ്കിൽ മൂത്താപ്പാടെ മോൻ. അപ്പൊ അമ്മാവൻ എന്താ പറയാ? അമ്മാവൻ എന്താ പറയാ? ഹാല്. ഹാല്. ഹാലത്ത്. ഹാല് എന്ന് പറഞ്ഞാൽ അമ്മാവൻ. ഹാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാടെ സഹോദരി. ഹാലത്ത് ഉമ്മാടെ സഹോദരി. അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാടെ സഹോദരൻ. അമ്മത്ത് ഉപ്പാടെ സഹോദരി. അമ്മായി. ഉപ്പാടെ സഹോദരിക്ക് അമ്മായി എന്ന് പറയാം. അതേ സമയത്ത് ഉമ്മാടെ സഹോദരിക്ക് എന്ന് പറയല് അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അറബിയിലും ഇംഗ്ലീഷ് മലയാളത്തിലും പറയുമ്പോൾ ഉദാഹരണത്തിന് അമ്മ എന്ന് പറഞ്ഞാല് എളാപ്പ, അമ്മത്ത് എന്ന് പറഞ്ഞാൽ അമ്മായി, ഹാല് എന്ന് പറഞ്ഞാൽ അമ്മാവൻ, ഹാലത്ത് എന്ന് പറഞ്ഞാൽ എളാമ്മ അല്ലെങ്കിൽ മൂത്തമ്മ. ഓക്കെ. ഇംഗ്ലീഷിലാവുമ്പോൾ എളുപ്പമാണ്. അങ്കിൾ എന്ന് പറഞ്ഞാൽ അമ്മ, അങ്കിൾ. രണ്ടിനും അങ്കിൾ എന്ന് ഉപയോഗിക്കും. وعلمت أن ابن عمك جاء لزيارتك ولم يقابلك. നിന്നെ സന്ദർശിക്കാൻ വന്നു, പക്ഷെ വലം യുക്കാബിലക്, എന്നെ കണ്ടില്ല. അപ്പൊ എന്ത് ചെയ്യും നിങ്ങള് കാണാൻ വന്നില്ല, അങ്ങോട്ട് പോവും. അങ്ങോട്ട് പോകുന്നോ? പലതും പറയാം അല്ലെ? ഒന്നെങ്കിൽ ആൾക്ക് മെസ്സേജ് അയക്കും, വിളിച്ച് വിശേഷണങ്ങൾ അന്വേഷിക്കും, അല്ലെങ്കിൽ കത്തയക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കാണും. എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. ഒന്ന് പറഞ്ഞോക്കെ.
ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പ്ലാനിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഫ്യൂച്ചർ പ്ലാൻ ആയിരിക്കും. അപ്പൊ ഫ്യൂച്ചർ പ്ലാൻ എഴുതുമ്പോൾ എപ്പോഴും സ മുലാരി വെച്ചിട്ട് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വെക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ പെരുമാറും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സ എന്താണ് മെസ്സേജ് അയക്കാൻ നിങ്ങൾ ഒരാതെ പറയണം. മെസ്സേജ് അയക്കാം. ഉർസിലു മെസ്സേജിന് എന്താ പറയാ? റിസാല. യെസ്. മെസ്സേജ് അയക്കുക. അയക്കുക എന്നുള്ളത് എന്താ പറയും? ഉർസിലു റിസാലത്തൻ. ആർക്ക്? അമ്മ. ഇലബിന് അമ്മി. ഓക്കെ. ഇലബിന് അമ്മി. അമ്മ. ഇനി വേറെ ഒന്ന്, ഞാൻ അവനെ ഫോണിൽ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കും. എങ്ങനെ പറയും? ഫോൺ വിളിക്കാൻ എങ്ങനെ പറയാം? سأتصل معه. سأتصل. أتصل معه. سأتصل معه بالهاتف. سأتصل معه بالهاتف. ഹാത്തിഫ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സഅത്തസിൽ മാഹു. പിന്നെന്താ ചെയ്യും? ബിൽ ഹാത്തിഫ്. ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ സഅത്തസിൽ മാഹു ബിൽ ഹാത്തിഫ്. എന്നിട്ട് എന്ത് ചെയ്യും? അവനെ വിശേഷങ്ങൾ ചോദിക്കും. എങ്ങനെ ചോദിക്കാം? പറയാം. ഞാൻ ചോദിക്കും. സഅൽതു എന്ന് പറയാൻ ചോദിച്ചു എന്നാണ്. സഅസ്അലു. യെസ്. സഅസ്അലു. സഅസ്അലു. എന്താ ചോദിക്കാം? സുഖാണ്. വിശേഷങ്ങൾ. എന്താ വിശേഷങ്ങൾ? എന്താ പറയാ? എന്താ നിങ്ങളെ വിശേഷം? അങ്ങനെ ചോദിക്കട്ടെ. ഹാലിന്റെ ജമ്മ് അഹ്വാൽ. അപ്പോ സഅസ്അലു അഹ്വാലഹു. അഹ്വാൽ അമ്മീനോ ഇബ്നു അമ്മ. സഅസ്അലു അൻ അഹ്വാലെ. അസ്അല് അൻ, അതിനെ കുറിച്ച് ചോദിക്കുന്നു പറയുമ്പോ അൻ അഹ്വാലിഹി. ഇത്ര മതി. സഅസ്അലു അൻ അഹ്വാലിഹി. അതായത് സഅത്തസിലു മഅഹു ബിൽ ഹാത്തിഫി വഅസ്അലു അൻഹു വഅസ്അലു അൻ അഹ്വാലിഹി. ഓക്കെ. ഓക്കെ ഇൻഷാല്ലാഹ്. അപ്പൊ അതുപോലെ നിങ്ങൾ ഇനി വേറെ ഇവിടെ പറയാത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആൻസർ. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് കിട്ടുന്ന ഗുണം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് മാത്രമേ കിട്ടുള്ളൂ ഭാഷ പഠിയില്. നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോഴേക്ക് അടുത്ത സ്വന്തമായിട്ട് PG ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിക്ക് എത്തണം. ഓക്കെ. هيا هذا يكفي إن شاء الله. نكتفي بهذا القدر ونختتم هنا. സാറ് ഇന്നലത്തെ ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ആയിണ്ടാവുമല്ലോ. Yes, available there.